പിടിയിൽ അല്ലെ പ്രമുഖ നായിക പിടിയിൽ 95% ആൾക്കാർക്കും അറിയാവുന്ന വ്യക്തി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആരാണെന്ന് കറക്റ്റായിട്ട് അറിയാവുന്നതാണ്. ഞാൻ നിന്നേക്കുന്ന ഒരു കാര്യം, എനിക്ക് മെസ്സേജായിട്ടും കമന്റിനകത്തൊക്കെ വരുന്ന ഒരു കാര്യം പറയാനാണ്. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലോ തമിഴ് ഇൻഡസ്ട്രിയിലോ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് 95% ആൾക്കാർക്കും അറിയാവുന്ന വ്യക്തി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആരാണെന്ന് കറക്റ്റായിട്ട് അറിയാവുന്നതാണ്. ഇത് കോമൺ ആയിട്ടുള്ള ആൾക്ക് മനസ്സിലാവത്തില്ല. ഇപ്പൊ നമ്മൾ തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ന്യൂസ് വരുവാന്നുണ്ടെങ്കിൽ ഒരു പ്രമുഖ വ്യവസായി പിടിയിൽ അല്ലെ പ്രമുഖ നായിക പിടിയിൽ അല്ലെ പ്രമുഖ നായകന് എന്ന് വെച്ചൊക്കെ പ്രമുഖ എന്ന് ചേർക്കുമ്പോൾ നമ്മൊരു ചിലവർക്ക് അത് പേരറിയണമെന്നില്ല. പക്ഷെ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം, മലയാളമായാലും തമിഴായാലും ഈ ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ന്യൂസ് വരുമ്പോൾ തന്നെ സ്പോട്ടിൽ ആളെ കിട്ടും. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ പേരെടുത്ത് പറയാത്തെന്ന് പറഞ്ഞാൽ, ഈ സിനിമയ്ക്കകത്ത് ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ പേരെല്ലാം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കാണ് അറിയാത്തത്. അതേപോലെ വേറൊരു കാര്യം, ഞാൻ ഈ പ്രൊഡക്ഷൻ കൺട്രോളറെ ഭയങ്കരമായിട്ട് പിന്നെ ചീത്ത വിളിക്കുന്നു, അത് വിളിക്കുന്നു, അല്ല മോശമായിട്ട് ചിത്രീകരിക്കും. ഞാൻ അന്നും ഇന്നും പറയുന്നത് എന്താണ്, 90% ആൾക്കാരും അടിപൊളിയാണ്, നല്ലതാണ്. ഇത് കുറച്ച് ആൾക്കാരുടെ മിസ്റ്റേക്കാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലംസ് ഞാൻ എടുത്തു പറഞ്ഞത്. ഞാനിത് പറയാനുണ്ടായ കാരണം നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം. നിങ്ങൾ കമന്റ് വായിക്കുമ്പോൾ എല്ലാ കമന്റിനകത്തും നിങ്ങൾ അതിന്റെ പേര് പറയൂ, താങ്കൾ ഇത്ര ആർജവം കാണിക്കണം എന്നൊക്കെ പറയുന്ന കേൾക്കാം. ആർജവം കാണിക്കാൻ എല്ലാവരും അങ്ങനെ പറയും, പിന്നെ പുറകെ കിടന്ന് നൂലാൻ വയ്യ. എൻ്റെ ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാനിത് പറയുന്നത് അവയർനെസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയുള്ള ആൾക്കാർ അല്ലാത്ത ആൾക്കാരൊക്കെയാണ് കേൾക്കുന്നതെങ്കിലും അവർ നാളെ ഇങ്ങനൊരു ഇൻഡസ്ട്രിക്കകത്ത് ഇങ്ങനൊരു സംഭവങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അല്ലാതെ ആരും കരിവാരിത്തേക്കാനല്ല. അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർമാരുടെ അവസ്ഥ, ഞാൻ അടുത്തൊരു വീഡിയോക്കകത്ത് ഒരു കാര്യം അർജന്റ് പറയാനുണ്ട്, അത് ഇന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പം ഇത് ടോട്ടല് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ ഞാൻ ആക്ഷേപിക്കാനോ വേണ്ടില്ല. പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രി ഒന്ന് നിലനിൽക്കണം. അത് ഈ ഒരു പടത്തോടു കൂടി രണ്ടാമത് തിരിച്ചു പോകരുത്, ഇതിന്റെ മുന്നേ ഉള്ള വീഡിയോ പറഞ്ഞ പോലെ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇതിന് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. കമന്റിനകത്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും കമന്റ് എഴുതിക്കോ, ഹാപ്പി. പക്ഷേ ഇൻഡസ്ട്രി ഉള്ളിടത്ത് പേരുകൾ തമ്മി അറിയാം. ഞാൻ പല ഇത് പറയുമ്പോൾ എൻ്റെ പേഴ്സണലുള്ള ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയാം, നീ എന്തിനാണ് ഇന്ന ആളെ കുറിച്ച് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കണ്ട, വ്യക്തമായിട്ട്. അപ്പം അങ്ങനെ പല ഇൻഡസ്ട്രി ഉള്ള ആൾക്കാർക്ക് അറിയാം, അല്ലാത്ത കോമണായിട്ടുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുന്നത്. അതുകൊണ്ടൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇട്ടോ, എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.